അപ്പോൾ കൈതപ്പുറം തിരുമേനിയാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ സിനിമ തുടങ്ങുമ്പോൾ ഞാനൊരു ശ്ലോകം എഴുതട്ടെ എന്ന് പറഞ്ഞു. ഈ പാട്ടിൻ്റെ തുടങ്ങുമാരം തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അറ്റൻഷൻ കിട്ടി തിയേറ്ററിൽ. കാരണം അത്ര മനോഹരമായിട്ടാണ് ദാസേട്ടൻ ആ പാട്ട് പാടിയിട്ടുള്ളത്. കഥയിലെ രാജകുമാരിയും ഭൂപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ കരളിലെ മോഹം തളിരണിയാന അവരിരു പേരും തപം ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ. ദിലീപിനെ 80 വയസ്സുകാരനാക്കാനുള്ള മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ കമലഹാസന് മേക്കപ്പ് ചെയ്ത അതേ ആർട്ടിസ്റ്റ് തന്നെ. അപ്പം ബോംബെയിൽ നിന്ന് അവരെ കൊണ്ടുവന്ന് ഒരുപാട് അന്നത്തെ കാലത്ത് നല്ലൊരു തുക കൊടുത്തിട്ടാണ് മേക്കപ്പ്. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് ഏതാണ്ട് 5 മണിക്കൂറോളം ഇരുന്ന് കൊടുക്കണം ആ മേക്കപ്പിന് ദിലീപും നവ്യയും. അങ്ങനെയാണ് ആ കല്യാണരാമൻ്റെ തുടക്കത്തിൽ അപ്പൂപ്പനായിട്ട് ദിലീപ് വരുന്നത്. ഊട്ടിയിലാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ പാലക്കാട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്കൊന്നും സത്യം പറഞ്ഞാൽ ദിലീപിനെ മനസ്സിലായില്ലെന്ന് തന്നെ പറയാം. കാരണം ആ മേക്കപ്പ് ദിലീപ് അത്ര മനോഹരമായിട്ട് മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ട് പൂത്താരം മിന്നു കെട്ടി മിന്നാരം 1000 തിരിമാല ചാത്തിയ കല്യാണമായി.